നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരള മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കാരം ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുകയെന്നാണ് ആക്ഷേപം. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയാണ് ഈ ആശങ്ക ഉയർത്തിയിട്ടുള്ളത്. പരിഷ്കാരം 1.5 ലക്ഷത്തോളം കുടുംബങ്ങളെ പട്ടിണിയിലാക്കിയേക്കുമെന്നതാണ് ഇവരുടെ പ്രധാന ആശങ്ക. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെയും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കാതെയുമാണ് പുതിയ പരിഷ്കാരം. സംസ്ഥാനത്തൊട്ടാകെ വലുതും ചെറുതുമായ 7000-ഓളം ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. അതിൽ 1.5 ലക്ഷത്തോളം ജീവനക്കാരും. പുതിയ നിയമം പ്രാവർത്തികമാക്കിയാൽ 90% സ്കൂളുകളും പൂട്ടേണ്ടി വരും. ആലത്തൂർ ഉൾപ്പെടെ മിക്കവാറും സബ് RTO ഓഫീസിൽ നിലവിൽ വാഹനം പോലുമില്ല. വൈദ്യുതി തടസ്സം നേരിട്ടാൽ പരിഹരിക്കാൻ ബാറ്ററിയുമില്ല. കയ്യിൽ ഗിയറുള്ള വാഹനങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണ് ഉദ്യോഗസ്ഥർ. പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്ത നിയമം കൊണ്ടുവരികയും പരാജയപ്പെടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മന്ത്രിയുടെ തലയിലാവുകയും ചെയ്യും. വിരമിച്ച ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേറ്റ് വൽക്കരണമാണ് അജണ്ട. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരിസുൻ നായർ പറഞ്ഞു. പരിഷ്കരണത്തിലെ അപ്രായോഗികതകൾ. 86 ടെസ്റ്റ് കേന്ദ്രങ്ങളുള്ള സംസ്ഥാനത്ത് വകുപ്പിന് സ്വന്തമായ സ്ഥലമുള്ളത് 9 മാത്രം. മറ്റ് ടെസ്റ്റ് കേന്ദ്രങ്ങളാകട്ടെ അമ്പലപ്പറമ്പിലോ പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ സ്കൂളുകൾ വാടക നൽകുന്ന സ്ഥലത്തോ ആണ്. അവിടെ പരിഷ്കരിച്ച ടെസ്റ്റിനുള്ള ട്രാക്ക് ഒരുക്കാൻ കഴിയില്ല. മെയ് 1-ാം തീയതി മുതൽ ട്രാക്ക് ഒരുക്കുക അപ്രായോഗികമാണ്. നിലവിൽ 2000-ഓളം അപേക്ഷകർ ടെസ്റ്റിന് തീയതി ലഭിക്കാതെ വലയുകയാണ്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഒഴിവാക്കുക എന്ന നിയമം പ്രാബല്യത്തിൽ വന്നാൽ 90% സ്കൂളുകളും പുതിയതോ മറ്റൊരു വാഹനമോ വാങ്ങേണ്ടി വരും. ഇത് അധിക ചെലവാകും. വൈദ്യുത ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമമില്ല. വിദേശ ലൈസൻസിന് മാത്രമാണ് ഓട്ടോമാറ്റിക് എന്ന ക്ലാസ് ഉള്ളത്. വാഹനത്തിൻ്റെ ഇന്ധനം എന്നത് ഇവിടെ വിഷയമല്ല.